ദിവാരേട്ടാ, ദിവാരേട്ടോ, അമ്മായിയേ, ആരാടി അത്? തട്ടുമ്മേ, പൂച്ച പൂച്ച. ഓ, കൊച്ചമ്പ്രാട്ടിയായിരുന്നോ? ആരാന്ന് ചോദിച്ചിട്ടും എന്തിയാ? നിന്റെ മൂത്ത് കൊഴിഞ്ഞു വീഴുവോ? ദിവാരേട്ടനെന്തി അമ്മായി? ആ, എവിടെ പോയി പണ്ടാരടങ്ങി ആർക്കറിയാം? എപ്പോഴാ ജോലി? നൈറ്റാ? ആ, എനിക്കറിയോ. വന്നാ വന്നു പോയാ പോയി. ബാക്കിയുള്ളവരെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കണം. ഞാൻ അമ്മായിയെ കുറ്റം പറയൂ? നല്ല ചീത്ത പറയണം. നല്ല കാര്യായി. കുറ്റം എന്റെ തന്നെയാ. കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയില്ലേ? ഇപ്പൊ അമ്മയ്ക്ക് ചന്തം പോരാ. തള്ളയെന്നല്ലാണ്ട് വിളിക്കില്ല. അവന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് പാറുട്ടീന്ന് തികച്ചു വിളിച്ചിട്ടില്ല. അറിയോ? അതിന്റെ സ്വഭാവം അങ്ങനെയാന്ന് അറിയില്ലേ? അതിന്റെ സ്വഭാവം ഒന്നും നീ എന്നോട് പറയണ്ട. ഞാൻ അമ്മായിക്ക് ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പുകല കിട്ടണമെങ്കിൽ എന്റെ മോള് വരണം. അവൻ കൊണ്ടുവരും. കാഞ്ഞിരം പോലെ കഴിക്കുന്ന ഒരു സാധനം. ഒരു വട്ടം കൂടി ഉണ്ട്. പരിപ്പോടിയാ. ആ, മോളൊരെണ്ണം തിന്നോ. എനിക്ക് വേണ്ട. ആ, ഞാൻ അരച്ചുതരാം. നിന്റെ അച്ഛൻ വരാറുണ്ടോടി? 1-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എത്താണ്ടിരിക്കില്ലല്ലോ. തന്താ കഴിഞ്ഞ ആഴ്ച ഇവിടെ കേറി വന്നു. 4 കാലില് പച്ച വെള്ളം കൊടുത്തില്ല. ആശ്രീകരം. ഇപ്പൊ ആ നാടകക്കാരൻ മുഖത്തൊട്ട് ആട്ടുക. അനുഭവിക്കട്ടെ. എന്തൊരു പെണ്ണായിരുന്നു നിന്റെ തള്ള. പൂവമ്പളത്തിന്റെ നിറ. ആ നിറമൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല. നാത്തൂനായിട്ടല്ല ഞങ്ങള് ജീവിച്ചേ. നിനക്ക് ഓർമ്മയുണ്ടോ അമ്മേ? കുറേശ്ശെ. അവൻ നാടകക്കാരുടെ പിന്നാലെ നടക്കാന്ന് അറിഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് വന്നു. നാത്തൂനെ, ഇനി ഞാൻ ജീവിക്കില്ല. കേട്ട പാടെ ഞാൻ തെറി പറഞ്ഞു. എന്ത് പോഴത്തരാണ്ടി നീ പറയണേ? ഒന്നുമില്ലെങ്കിൽ 5-6 വയസ്സുള്ളൊരു പെൺകുട്ടിയില്ലേ, അവളെ വളർത്തണ്ടേടി. ഒരു കണക്കിന് പറഞ്ഞ് സമാധാനാക്കി വിട്ടതാ. പിറ്റേന്ന് റെയിലാരോ തല വെച്ചു എന്ന് കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ചെന്നു നോക്കിയപ്പോ പെറുക്കി കൂട്ടിയിരിക്കുന്നു. ദേവരെ, കാല് വേറെ, കൈ വേറെ, തല വേറെ, പണ്ടവും കൊടലും. എത്രത്തെ പ്രാവശ്യം ഞാനത് കേൾക്കണേ? ഇല്ല ഇല്ല, എന്റെ പൊന്നുമോടെ കരയല്ലേ. അതിന് നിനക്കെന്താ ഒരു കുഴപ്പം? ദിവാകരനില്ലേ, അമ്മായില്ലേ? സാരല്ല, ഇനി അമ്മായി ഒരിക്കലും പറയില്ല. എന്റെ അമ്മ രക്ഷപ്പെട്ടു. ദിവാരേട്ടനെ കണ്ടില്ല, എന്നാലും അമ്മയെ സംഭവിച്ചു. അത് മതി. ഇനിയിപ്പോ അങ്ങനെ അറിഞ്ഞ് ചാടിക്കടിക്കാൻ വന്ന അമ്മയുടെ തലയിൽ കിട്ടുകൊടുക്കാലോ. ആ തള്ളേ ഞാൻ എങ്ങനെ വിറ്റെന്നറിയോ? 200 ഗ്രാം പുകയിലും 5 പരിപ്പ് വടയും. ആ, ഒന്ന് കുളിച്ച് റെഡിയാവട്ടെ. അവിടെ മുതൽ ഓടി വരുന്നു. അന്ന് രഥയൊക്കെ പോയല്ലോ. പോയെന്നോ? ഏയ്, എന്നെ പറ്റിക്കാൻ. 4 മണിക്ക് പോയാൽ മതി എന്നാണല്ലോ പറഞ്ഞത്. അവര് തെക്കേക്കോലത്തെയും കിഴക്കേക്കോലത്തെയും തമ്പ്രാട്ടിമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 1/2 മണിക്കൂർ ആയിട്ടില്ല. എന്നെ വിളിച്ചതാ, ഞാൻ പോയില്ല. എനിക്കിഷ്ടമില്ല. നിക്ക്, പറയട്ടെ. അയ്യോ, അവൾക്ക് നല്ല വിഷമായി. പാവം. ഓ, അതുകൊണ്ടാ കോലത്ത് കുട്ടികൾക്കൊപ്പം തുള്ളണമെന്നാ പെണ്ണിന്. പത്മിനിക്കാണെങ്കി ഇത്തിരി കൊഞ്ചിക്കൽ കൂടുതലാ. അത് ശരിയാ. എന്താ അതിന്റെ ഒരു നെകളിപ്പ്? നിലത്തൊന്നും അല്ല. വേലക്കാരിയെ വേലക്കാരുടെ സ്ഥാനത്ത് നിർത്തുക. എന്തേ? അവളെ ഒരു വേലക്കാരത്തിയായിട്ടല്ല ഞങ്ങള് കൂട്ടിയേക്കണേ. 8 വയസ്സില് എന്റെ അടുത്ത് വന്നാ. ഞാൻ 2 പ്രസവിച്ചെന്നേ ഉള്ളൂ. എന്റെ 2 മക്കളെയും വളർത്തി വലുതാക്കിയത് ഞാനല്ല,
അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരത്തിയായിട്ട് കാണുക? എവിടെ പിണക്കം തീർന്നില്ല ഇതുവരെ? നീ എന്ത് കിടപ്പാ രാധയെ കിടക്കണേ? കണ്ട തമ്പുരാട്ടിമാര് നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ എത്ര വിഷമിക്കാനുള്ളത്? പറഞ്ഞു പറ്റിക്കണ എന്തിനാ മനുഷ്യനെ? അവരുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ? രാധയെന്നും പറഞ്ഞ് മയക്കരം കൂടി ഇങ്ങോട്ട് വരട്ടെ. ആ തലയോ? ഓഹോ ലത, അത് പോട്ടെ, നീ വാ, നമുക്ക് ഊണ് കഴിക്കാം. ചന്ദ്രേട്ടൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ കാട്ടിത്തരാം. പോരെ? എനിക്കൊന്നും കാണണ്ട, അതിനുള്ള തലവരൊന്നുമില്ല എനിക്ക്. അല്ലെങ്കിൽ വേണ്ട, ദിവാകരനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താന്ന് വെച്ചാ കാണിക്കാം. ഏയ് നല്ല സാധനം, എന്നെ ആരും കാണിക്കണ്ട. അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്, എനിക്കൊന്ന് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? കാണണ്ടെങ്കിൽ വേണ്ട. രാജ വാരി കൊടുക്കണം പറഞ്ഞ ആ ചെക്കൻ അവിടെ ഊണ് കഴിക്കണില്ല. വെള്ളോടെ ലോകത്തിന്റെ ചത്തുവിട്ട് പോയോ മതി എനിക്ക്. മനുഷ്യന് ഒരു സ്വൈര്യം തരില്ല വെച്ചാ. എന്താ മോളെ ഇങ്ങോട്ട് പോയാല് ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് കേറി നിക്കണ്. കേറി നിക്ക കാണാണ്ട് പോവാ അച്ഛനെ അല്ലേ? ഇത്തിരി നേരത്തെ പോരായിരുന്നില്ലേ? പുലർച്ചെ 5 മണിക്ക്. പറ്റില്ല, കിടന്നു പോയി. ഒരു 1-ാം തീയതി എല്ലാരും കണി കാണിക്കാൻ കള്ളം കുടിച്ചിങ്ങനെ വന്ന് നിൽക്കണോ? പിന്നെ എപ്പോഴെങ്കിലും വന്ന് വാങ്ങി പണ്ടരടിക്ക് പോരെ? അച്ഛൻ്റെ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ല പിന്നെ കിടന്ന് ഡാൻസ് കളിക്കണോ? അതെ, ഇന്നലെ ഇത്തിരി കൂടിപ്പോയി. എന്റെ അമ്മയ്ക്ക് ഒരു നാടകം ഉണ്ടായിരുന്നു. ആര്? അമ്മേ? ദേ എന്റെ വോയിലിരിക്കണ കേക്കണ്ട, ഒരമ്മ. നിക്കണി, എന്തായാലും നിനക്കൊരു കുറവ്. എന്താ സ്ഥിതി? അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ച എടുക്കരുത്. അവളൊരു വർത്തമാനം കേട്ടില്ല തമ്പുരാട്ടി. ഞാൻ തമ്പുരാട്ടി ഒന്നല്ല. വെടക്ക് ചെല്ലുവിളി പഠിച്ചിട്ടില്ല. ദേ ദാമോദരനെ വർത്തിച്ചുണ്ടല്ലോ, വിളിച്ച വിളിപ്പുറത്ത് വരും. അത് വേറെ കാര്യം. ശരി ശരി, ഇതും കൊണ്ട് പോ. പിന്നെ വീട്ടുപടിക്ക് വേറെ ആളെ നോക്കിയേക്കണം. എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. എങ്ങട്? എനിക്ക് ഇഷ്ടമാർന്നെങ്കിൽ. അതെ, അവൾക്കൊരു ഭാവി ഉള്ളതാ, അത് ഞാൻ നശിപ്പിക്കില്ല. ഓ നല്ല ഭാവി. ദിവാകരനോട് പറഞ്ഞാ മതി, ദിവാകരൻ അവളെ എന്റെ അടുത്ത് ആക്കിയത്. അവയാളെ എന്റെ മോളെ ഭാവിയെ പറ്റാൻ ധരിക്കാൻ മനുഷ്യ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കും. ദാമോദരനെ ഒരു തമ്പുരാക്കന്മാര് പേടില്ല. ദാ സംസാരിക്ക്, വരുന്നുണ്ട് ദിവാകരൻ. എന്റെ അമ്മോ, എന്റെ പട്ട് കിട്ടവനോട്. ഇത്തിരി വൃത്തിയും വെടിപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ. തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായുള്ളൂ. എനിക്കവിടെ പണിയുണ്ടായിരുന്നു. പാട്ടും കൂത്തൊക്കെ കേമായിരുന്നോ? തമ്പുരാട്ടിമാര് തുള്ളന്റെ ഒപ്പം തുള്ളിയില്ല ശരിയാവില്ല അല്ലേ? ഞാനെങ്ങും പോയില്ല. എന്തേ പോവായിരുന്നത്? ചായ തണുക്കും. മതി കേട്ടില്ലേ? അത് ജിലേബി തിന്നുകൊണ്ട. പഴം അത് നീ തിന്നോ. എന്തിനാ ഇങ്ങനെ പുകച്ചു കയറ്റണേ? ശമ്പളം കിട്ടി അതെങ്ങനെയെങ്കിലും ചെലവാക്കിയാലേ സമാധാനം ആവുള്ളൂ അല്ലേ? അതെന്റെ ഇഷ്ട. വല്ലപ്പോഴും വീട്ടിൽ വന്ന് അമ്മയൊന്ന് കണ്ട അന്തസ് കുറയൊന്നുമില്ല. കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ. നിനക്ക് ഇഷ്ടമില്ലെന്നറിയാം, എന്നാലും തന്തയും തള്ള ഇല്ലാണ്ടായപ്പോ വിളിച്ചോണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ. അതെനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. അമ്മയോട് എനിക്ക് ഇഷ്ടക്കേടുമില്ല. ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കയറി വിവരം അറിയുന്നേ. കുറുമ്പും കുസൃതിയും കാട്ടാൻ കൊച്ചു കുട്ടിയാണോ വിചാരം? അതിന് ഞാനൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ രാജപ്പൻ? അത് പിന്നെ എന്നെ കണ്ട അപ്പ അയാൾക്ക് തുടങ്ങും ഒരുതരം പാട്ടും. നിന്നെ കാണുക മാത്രമാണല്ലോ ഈ പാട്ടും കൂത്തും. നീ കൊഞ്ചാനും കൊഴയാനും ഇഴിച്ചു കാട്ടാൻ നിൽക്കണ്ടാവും. ആരടിച്ചു കാട്ടി? നീ വെറുതെ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയാം, മര്യാദക്കൊക്കെ ജീവിച്ചു. വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട.
നിന്റെ തന്തയ്ക്ക് ഞാൻ നോങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴാ എനിക്ക് പ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല. വരുമ്പം പറഞ്ഞേക്ക്. ആഹാ ദിവാര, ആ കുഞ്ഞോട്ടനാശാരി ഒന്ന് കാണണമല്ലോ. പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ. ഇനി വേറൊരു ആശാരി വിളിച്ചാ വരുമോ? കാണുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്. ചന്ദ്രേട്ടൻ വരുമ്പോ ഞാൻ എന്താ ഇപ്പൊ പറയാ? കാശധികം പറ്റുകയും ചെയ്തു, പണിയും തീർത്തിട്ടില്ല. കള്ള തിരുമാലിയാ. ഇപ്പൊ പണി നടത്തിയെന്ന് 2 പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് വരാം. അതേ നടക്കൂ. അയ്യോ അതൊന്നും വേണ്ടാട്ടോ. നീ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞാ മതി. ഇങ്ങനൊരു ചോറ്. ആഹാ കലക്കല്ലോടി. ഉവ്വ നിറങ്ങണ്ടില്ലേ? കഴിഞ്ഞ തവണത്തെ അത്ര കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളയിക്കണേ? നിനക്ക് എന്താ ഇവിടെ ഇടാനും ഉടുക്കാനും ഒന്നും ഇല്ലാഞ്ഞിട്ടാ? പറഞ്ഞ മനസ്സിലാണ്ടേ? ഇന്ന് മെയില് ലേറ്റ് ആണല്ലോ. ഇതെന്താ പട്ടിത്തീട്ടോ? ഏയ് അത് ചെമ്മീൻ ചമ്മന്തിയാടാ. ആ ഇതെന്താ ഇത്? ഉപ്പുമില്ല, ഒടുക്കത്തെ ഒരു മുളകും. നിനക്ക് ഹോട്ടലിൽ തെറ്റിയെ പിടിക്കൂ. അപ്പടി കല്ലാണല്ലോ തള്ള ഇതില്. അരിയിലെ കല്ല് കളഞ്ഞ് വെച്ചാൽ എന്താ നിങ്ങൾക്ക്? ഒരു വീക്ക് വെച്ചിരുന്നു ഞാൻ. വേണമെങ്കിൽ വെച്ച് വൈകിട്ട് പോടാ. കണ്ണും കൊണ്ടുമില്ലാതെ വെച്ച് വിളമ്പി കൊടുക്കുമ്പോ ഇവനൊക്കെ മുട്ടിന് കുറ്റാ. മുഹൂർത്തം കെട്ട് ഇവന്റെ ഇടയിൽ നിന്ന് പോയി കിട്ടിയ മതിയായിരുന്നു എമ്പോക്കി. നിന്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ആ മേനയെ കൊണ്ടുവന്ന് പൊറപ്പിക്ക്. കല്ലും നെല്ലും നോക്കി വെച്ച് വിളമ്പി തരും. രാജകുമാരിയായി കോലത്ത് വായിച്ചത് മതി. നിങ്ങളെ കണ്ണും വട്ടത്തേക്ക് എന്നെ കൊണ്ടുവരണം. അവളെ കടത്തി പൊറപ്പിക്കോ തള്ള. എടാ ചമ്പനാറി, ഞാൻ അത്ര ചീത്തയാടാ. എന്ത് ദ്രോഹാടാ ഞാൻ അവർക്ക് നിനക്ക് ചെയ്തത്? എനിക്കിത് കിട്ടണം. കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയില്ലേ? ഇപ്പൊ തള്ള വേണ്ട. മാതി പൂങ്കണ്ണീര് ഇവിടെ നിരുവല്ലേ? എനിക്കിപ്പോ മനസ്സില്ല. നന്ദിയില്ലാത്ത പാറ്റയിലും മോൻ. തള്ളേ തള്ളേ, അമ്മേ ഇത്ര പെട്ടെന്ന് തുടങ്ങി? അമ്മേ എന്താ? ചോറ് തിന്നണില്ലേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? എനിക്ക് വിശപ്പില്ല. എന്നിട്ട് വയറൊട്ടിക്കിടക്കണല്ലോ. എണീറ്റേ. വിടടാ, ഞാൻ ചീത്തയാ. എന്നെ തുടർന്ന പോടാ. എന്നെ തുടർന്നാന്ന് പറഞ്ഞില്ലേ? തൊട്ട ഒരുവൊന്നും നോക്കട്ടെ. വിട് തന്നെ, വിട്. എന്റെ അമ്മേ, അമ്മയെ പോലൊരു പാവം. ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഒച്ച എനക്കൊക്കെ വേണ്ടേ? നാക്കെടുത്ത ദണ്ണിപ്പിക്കുന്ന വർത്താന. നീ പറയണ കേട്ട് കേട്ട് അവക്ക് എന്നെ വല്ല വിലയുണ്ടോ? അവള് കുട്ടിയല്ലേ അമ്മേ? ആ കുട്ടി മടിയിലിട്ട് മുല കൊടുക്കേണ്ട പ്രായല്ലേ? ചൊണയുള്ള ആൺകുട്ടിയായിരുന്നെങ്കിൽ പെണ്ണിപ്പോ 2 പെറ്റേനെ. ഈ അമ്മയുടെ ഒരു വർത്താനം. ഇക്കൊല്ലം ഇവിടെ വിപ്ലവം സൃഷ്ടിക്കും പരമേശ്വരനെ കണ്ടോളൂ. അതെ അതെ. എന്താ പത്മിനി? ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടനായിരിക്കുമെന്ന്. ഓ, ചന്ദ്രനായുടെ വരവ് കണ്ണിൽ അന്നൊഴിച്ച് കാത്തിരിക്കല്ലേ? ഞങ്ങൾ ലീലാവതി തമ്പുരാട്ടി ഒന്ന് കാണാൻ വന്നതാ. തമ്പുരാട്ടി ഉണ്ടാവോ? ഉവ്വ് ഞാനിപ്പോ അവിടുന്ന് വരണേ. ആ എന്നാ വരാ വരാ വരാ. ശരി ശരി. പത്മിനെ ഞാൻ വെറുതെ മോഹിപ്പിച്ചു. ആ പിന്നെ പത്മിനി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ. ആ ഉവ്വ്, മേനോൻ ചേട്ടൻ ഇത്തവണ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് അന്ന് പറഞ്ഞല്ലോ. അതല്ലാന്നേ, ഈ കുട്ടി ഈ ലോകത്തൊന്നുമില്ല ജപിക്കണേ. പരിപാടികൾ അടിമുടി മാറുക, പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നോട്ടീസിൽ അടിച്ചതേ അതിനല്ല. കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവനോട് കളി ഓട്ടം തുള്ളൽ, 3 ആനപ്പുറത്ത് ശ്രീവേലി, അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം. എന്താ ഞെട്ടിയോ?
ഞെട്ടിയോ ഞെട്ടിയോ? ഞെട്ടണ്ട, വരുന്നേയുള്ളൂ. പ്രതിഭ ആർട്സ് ക്ലബിന്റെ നാടകം കൂടാതെ ബാലെ. അപ്പൊ ഗാനമേള വേണ്ടാന്ന് വെച്ചോ? വേണ്ടാന്ന് വെക്കേ. അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനൻ അല്ലായിരിക്കണം. ഫുൾ ടൈം ഓർക്കസ്ട്ര. നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാന്നാ വിചാരിച്ച്? ആരാ? ജൂനിയർ യേശുദാസ്. ഞെട്ടി, ഇപ്പൊ ശരിക്കും ഞെട്ടി. എന്നാ പിന്നെ എന്തിനാ ജൂനിയർ? യേശുദാസിനെ കൊണ്ടുവന്ന് പോരെ? അയ്യോ, ഈ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി. സാക്ഷാൽ യേശുദാസിനൊക്കെ ക്യാമന. യേശുദാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്തെ റൂമർ. ആഹാ. എന്റെ കുരുത്താണോ അതോ കാരണവന്മാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാതെ സമ്മതിച്ചിരിക്കുക? മൂപ്പര് വരുമ്പോ ഈ തട്ടാണ്ടിയും കിട്ടാണ്ടിയും മോളൊന്നും പാടിയ ശരിയാവില്ല. അതിന് പറ്റിയൊരു പാട്ടുകാരി വേണം. നമ്മുടെ കോലോത്തെ ലീലാവി തമ്പരാട്ട മോളില്ലേ, അതാ അസലായിട്ട് പാടുന്നു കേട്ടു. പിന്നെ ആ കുട്ടി 8 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചതല്ലേ? ശാസ്ത്രീയം വേണം. എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. തമ്പരാട്ടി ഒന്ന് സമ്മതിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്റെ കൃഷ്ണ.